ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. പറമ്പിന്റെ ഓണർ വന്ന് തല്ലാണ്ടിരുന്ന ഭാഗ്യം. ചിലപ്പോ രാവിലെ ഇഷ്ടപ്പെടുന്ന ആളെ ആയിരിക്കത്തില്ല, കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേ. ഇപ്പൊ ദേവിക്ക് ഒരാണിനോട് പ്രണയം തോന്നുന്ന കോളേജ് ഘട്ടത്തിലൊക്കെ ഒരാണിനെ കണ്ടപ്പോ അവനോടൊരു പ്രണയം തോന്നി, ആ പ്രണയം അതാണ് അവര് ചോദിക്കുന്നത്. ഒന്നിനോട് ഒരു അമിത ആവേശം, അയാളെ സ്വന്തമാക്കണം അല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി മരണപ്പെടണം എന്നൊന്നുമില്ല. അല്ല, ദേവിക്ക് ഈ പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടോ? പണമാണ്, സംഖ്യകൾ കൊടുത്ത് സംഖ്യകൾ വാങ്ങുന്നു. പണ്ടൊക്കെ പറയുന്നത് ബ്ലേഡ് എന്ന്. കൊടുക്കാറുണ്ടോ എപ്പോഴും? ഇപ്പൊ കൊടുക്കില്ല. കൈ പിടിക്കണോ? കൈ പിടിച്ചോ? കൈ പിടിക്കണോ? പിടിക്കണോ? നോക്കി ഇറങ്ങണേ, വീഴരുത്. ഇത് നൃത്താലയം, നടനം. നർത്തനം എഴുതിയതുകൊണ്ട് വെള്ളം വീണു. ഇത് നൃത്താലയത്തിന് വേണ്ടി ഇങ്ങനെ കെട്ടി. അത് ചിത്രാലയം. മുകളിലത്തെ രാംരാജിന്റെ ആ മോനില്ലേ, അവന് ഞാൻ പണിത് കൊടുത്തതാ. അവനായിട്ട് ഞാൻ പണിതതാ. ആ കുട്ടിക്ക് വേണ്ടി ഞാൻ രാംരാജിന്റെ ധ്യാനാലയം ഏതാ മോനെ? ചിത്രാലയം. ചിത്രാലയം എന്ന് പറയുന്നത് ചിത്രങ്ങൾ വരയ്ക്കുന്ന, ഇവിടെ ഇരുന്ന് ചിത്രങ്ങളും ഒക്കെ വരയ്ക്കുക. അകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാതെ വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ പോസിറ്റീവ് മനസ്സിലാവും. അതായത് ചെരുപ്പ് ഉപയോഗിക്കാതെ ഇതിൽ നടക്കുന്നുണ്ട് ബ്ലഡ്. ഇപ്പൊ മനസ്സിലായോ? പണ്ട് ഒന്നുമില്ല, ഞാൻ ഇതൊക്കെ വരച്ചും ദാനധർമ്മങ്ങൾ ചെയ്യണം. ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്കും ഇങ്ങോട്ട് ആളുകൾ വ്യക്തിപരമായിട്ട് ദാനധർമ്മം ചെയ്യും. അതിൽ നിന്നും എടുക്കുന്ന പണമാണ്. സംഖ്യകൾ കൊടുത്ത് സംഖ്യകൾ വാങ്ങുന്നു. അപ്പൊ മനസ്സിലായോ? എൻ്റെ ദൃശ്യങ്ങൾ ഈ പുതുപ്പിറവി ആശംസകളൊക്കെ നേരാൻ വേണ്ടി 3000 രൂപയൊക്കെ ഞാൻ വാങ്ങിക്കും. 3000 രൂപ. പിന്നെ ബാങ്കൊക്കെ കഴിഞ്ഞ തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ബാങ്കുകളൊക്കെ ഉണ്ടെന്ന്. പണ്ട് ഞാൻ പണത്തിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സ്വയം പഠനം നടത്തിയ ഒരാളാണ്. ആളുകൾക്ക്, ഓരോ വ്യക്തികൾക്കും പണം കൊടുക്കും, കാശ് കൊടുക്കും. അതായത് പണ്ടൊക്കെ പറയുന്നത് ബ്ലേഡ് എന്ന്. കൊടുക്കാറുണ്ടോ എപ്പോഴും? ഇപ്പൊ കൊടുക്കില്ല, പണ്ട്. പക്ഷെ ബ്ലേഡായിട്ടല്ലേ കൊടുക്കുന്നത്. ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ബ്ലേഡ്, അത് ബ്ലേഡ് പലിശ അങ്ങനെ എന്തോ അല്ലേ? ഇല്ല, പലിശയൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും വന്ന് എൻ്റെ കയ്യിൽ കാശ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുമായിരുന്നു. കടമൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അടുത്ത് തിരിച്ച് കിട്ടുന്നില്ല എന്നറിഞ്ഞപ്പോൾ കടം കൊടുപ്പ് നിർത്തി. കൊടുക്കുവാണെങ്കിൽ അവർക്കായിട്ട് അങ്ങ് കൊടുത്തു. ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് പറയും നിങ്ങൾ ഇനി ഇത് തരാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടണ്ട എന്ന് പറയും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഞാൻ അതിനുവേണ്ടി ചെന്ന് പലരുടെ അടുത്ത് നിന്ന് വഴക്ക് വരെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സമാധാനം പോകും, അവരുടെ മനസ്സമാധാനം പോകും. ഇത് ഞാൻ മക്കളെ, ഇതെന്ന് വെച്ചാല് നമ്മുടെ പുരയുടെ ഒന്നുമില്ല, വല്ലവരുടെയും പുരയിടമാ. അതായത് ഈ ഭൂമി മറ്റൊരാളുടെ ഭൂമി അയാളുടെ സ്വന്തമാണ് എന്ന് അവകാശപ്പെട്ട അദ്ദേഹത്തിൻ്റെതാണ്. പക്ഷെ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നടും. അല്ല, അദ്ദേഹം വന്ന് എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ പറയുന്നാണ്ട് ഇതെല്ലാം എടുത്തോണ്ട് പൊക്കോളാൻ പറയും. അത്രേ ഉള്ളൂ മോനെ. അല്ലാതെ പിന്നെ വേറെ എനിക്ക് ഭൂമിയൊന്നും ഇല്ലല്ലോ. വെറുതെ ഇത് കൂടി ഇങ്ങനെ കിടക്കൂല്ലേ. കാടും കയറി ചേരയും പാമ്പും കയറിയൊന്നും കിടക്കണ്ടായെന്ന് കരുതി ഇതൊക്കെ കൊണ്ട് ഇതൊക്കെ ദേവിയുടെ സ്ഥലമല്ലേ ഇതൊക്കെ വെച്ചേക്കും. മക്കളെ, എനിക്ക് സത്യം പറഞ്ഞാല് ഈ ഭൂമി എൻ്റെ സ്വന്തമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. ഞാൻ എങ്ങോട്ട് പോയാലും അപ്പോൾ ആ നിൽക്കുന്ന ഭാഗമാണ് അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, ഞാനെന്ത് ചെയ്യാ? പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കുന്നു. അല്ല, മോളിപ്പോ ഇവിടെ നിൽക്കുക, അവിടുന്ന് ഇവിടുന്ന് ആളുകൾ വന്ന് പറയാം ഇവിടുന്ന് ഇറങ്ങി ഇത് എന്റെ സ്വന്തം എന്ന് പറഞ്ഞാൽ മോള് എന്ത് ചെയ്യാൻ പറയും? ഒന്നെങ്കിൽ ഇറങ്ങല്ല, അവിടെ തന്നെ ഇവിടുന്ന് മോള് എവിടെ വരെ ഇറങ്ങും? അപ്പൊ ഈ ഭൂമി മുഴുവൻ മോള് ഓടിച്ചാടി നടക്കുന്നില്ലേ? അതെ. അപ്പൊ അത് മുഴുവൻ മോളുടെ.
ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നതാണ്. പറമ്പിന്റെ ഓണർ വന്ന് തല്ലാണ്ടിരുന്ന ഭാഗ്യം. ഇല്ല, ഇദ്ദേഹത്തിന്റെ ദിവ്യ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എങ്ങനെ നാഗാദേവിയായി എന്ന് പലർക്കും സംശയമുണ്ട്. അപ്പൊ ഇവർക്ക് അറിയത്തില്ല. ജാസിയൊക്കെ അത് ചോദിക്കണം എന്നുള്ള ഇതിൽ എനിക്കറിയാം. ദേവി ഇരിക്കേ. ദിവ്യ എങ്ങനെ നാഗയായെന്ന് മോനെ ആ ആള് തന്നെയാ മോനെ. ഞാൻ എപ്പോഴും ഒരു മാറ്റവും ഇല്ല. അപ്പോഴത്തെ ഉണ്ടായിരുന്ന ആ ചിന്തകളും ആ വിചാരങ്ങളും ഒക്കെ തന്നെ പിന്നെ കുട്ടിക്കാലത്ത് എങ്ങനെ അരിയും കറിയും കളിച്ചോണ്ട് നടന്ന് ഇപ്പോഴും ഞാൻ അതല്ലേ കളിക്കുന്നത്. ഒരു ഗ്യാസ് വെച്ച് തീ കത്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ഇപ്പോഴും അങ്ങനെ ഒരു കുട്ടിക്കാലത്ത് കളിച്ച കളിയാണെന്നാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. പണ്ട് ഞാൻ ഇതൊക്കെ തന്നെയായിരുന്നു. അല്ല, മറ്റേ ആരോ സ്നേഹിച്ചിട്ട് ശേഷം പോയി എന്നൊക്കെ പറഞ്ഞ കമന്റ് ഒക്കെ കാണാറുണ്ട്. മോനെ ആരും ഞാൻ ഇതുവരെ നേരാമണം സ്നേഹിച്ചിട്ട് പോലും ഇല്ല. എനിക്കറിയത്തില്ല, സ്നേഹിക്കാനൊന്നും അറിയില്ല. പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ എനിക്ക് എല്ലാരോടും ഉണ്ടായിരുന്നു. പഠനകാലത്ത് പുസ്തകത്തെ പ്രണയിച്ചു വന്നു. ഞങ്ങൾ എല്ലാരും പെൺപിള്ളാരൊക്കെ പ്രണയിച്ചായിരുന്നു. ആ പെൺപിള്ളാരാണെങ്കിൽ ആൺപിള്ളാരെ. ദേവിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതേ ഉണ്ടായിട്ടുള്ളൂ. ഒരുപാട് അല്ല, ദേവിക്ക് ഈ പ്രേമലേഖനം കിട്ടിയിട്ടുണ്ടോ? ആ കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്, വാങ്ങിച്ചിട്ടുമുണ്ട്, പിടിച്ചിട്ടുമുണ്ട്. പിടിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരാളെ സ്വന്തമാക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ലിവിങ് അല്ല, സിറ്റുവേഷൻഷിപ്പ് അല്ലേ? ആവേശമൊന്നും ഇല്ലായിരുന്നു കുട്ടി. ചുമ്മാ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ നടക്കുക. അല്ലാതെ ഒന്നിനോടും ഒരു അമിത ആവേശം അയാളെ സ്വന്തമാക്കണം അല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി മരണപ്പെടണം എന്നൊന്നുമില്ല. കുറേ നേരം അവര് മിണ്ടാതിരിക്കുമ്പോൾ ഇരുന്ന് കരയും. കരഞ്ഞിട്ട് പിന്നെ പോട്ടെ, അത് പോയെങ്കിൽ വേറൊരാള് എന്ന് പറയും. ചിലപ്പോൾ രാവിലെ ഇഷ്ടപ്പെടുന്ന ആളെ ആയിരിക്കത്തില്ല, കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേ. അങ്ങനെയൊക്കെ മോനെ. അതായത് എനിക്കൊരു സ്ഥിരതയില്ല. എല്ലാവരും എനിക്ക് ഒരുപോലെ ഉള്ളൂ. അതായത് എനിക്ക് എല്ലാത്തിനും ഇപ്പൊ നിങ്ങളില്ലേ എന്നെ, എനിക്ക് വാക്കുകൾ കൊണ്ട് അത് പറയാൻ പറ്റില്ല. നിങ്ങളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യത്തില്ല. ഇതെല്ലാം പ്രണയത്തിൽ പെടുന്നതാ. അവിടെ ഇതൊക്കെയാ പ്രണയം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രണയം എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ ദേവിക്ക് ഒരാണിനോട് പ്രണയം തോന്നുന്ന കോളേജ് ഘട്ടത്തിലൊക്കെ ഒരാണിനെ കണ്ടപ്പോ അവനോടൊരു പ്രണയം തോന്നി. ആ പ്രണയം അതാണ് അവര് ചോദിക്കുന്നത്. ഒരു പ്രണയം അങ്ങനെയോ? അങ്ങനെ ഒരാളുണ്ടല്ലോ ഇപ്പോൾ ഉണ്ടല്ലോ. അല്ല, പണ്ട് നേരത്തെ പ്രണയം അതൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ മോനെ അറിയണോ? ഇഷ്ടമാണോ എന്റെ കുട്ടിക്ക് അതൊക്കെ അറിയാൻ? വേണ്ട മോനെ, അവരൊക്കെ ഇപ്പൊ കല്യാണം കഴിച്ച് നല്ല നല്ല എന്റെ ഈ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ചെല്ലുമ്പോ ഓരോന്നിന്റെയൊക്കെ നെഞ്ചാങ്കൂടെ ഇടിക്കും. അതുകൊണ്ട് വേണ്ട. അങ്ങനെ ഒരു പ്രേമ നൈരാശ്യം മൂലമാണ് നൈരാശ്യോ? നാഗാദേവിക്കോ? നാഗാദേവിക്ക് അങ്ങനെ നൈരാശ്യം ഒന്നും വന്നിട്ടില്ല. ഞാൻ എന്തിന് നൈരാശ്യപ്പെടാനാ? കാരണം ഞാൻ മനുഷ്യനെ മാത്രമല്ലല്ലോ പ്രേമിച്ചത്. യോനെ എനിക്ക് ഓന്തിനോട് പ്രണയം ഉണ്ടായിരുന്നു. ഏതാണ് ഓന്ത്? ഓന്ത് നമ്മളെ സാധാരണ ഓന്ത്. പിന്നെ അരണയല്ല പൊന്നു. എനിക്ക് സൂര്യൻ, ചന്ദ്രൻ, നീ സൂര്യനെ പക്ക പ്രേമിച്ചിട്ടുണ്ട്.